ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജു സ്റ്റിച്ചിങ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഈ വർഷത്തെ ടൂർ പാക്കേജിൻ്റെ വീഡിയോസാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട് ടൂർ പാക്കേജ് വീഡിയോസ് ഇടാൻ. കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്കും എല്ലാം കാരണം എനിക്ക് കുറച്ച് ഡിലേ ആയി പോയിട്ടുണ്ടായിരുന്നു. കഴിയുന്നതും നമ്മൾ എല്ലാ വർഷവും ടൂർ പാക്കേജ് കറക്റ്റ് ചെയ്ത് പോകാറുണ്ട്. നമ്മൾ ഒന്നെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടായിരിക്കും നമ്മൾ മാക്സിമം കറക്റ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നമ്മുടെ ഫാമിലിയിൽ കുറച്ച് ഫങ്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം 2 കൊല്ലമായിട്ട് നമ്മുടെ ടൂർ പാക്കേജ് ഒന്ന് ക്യാൻസൽ ചെയ്തിട്ടിരിക്കുമായിരുന്നു. അതെല്ലാം അവിടെ ചേർത്തുകൊണ്ട് നമ്മൾ ഈ തവണ മൂന്നാറായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. നമ്മൾ ചെല്ലുന്ന സമയത്ത് നല്ല ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ റെഡ് അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. നമ്മൾ ഈ വർഷം ടൂർ പാക്കേജ് ബുക്ക് ചെയ്യാനായിട്ട് എടുത്തിരുന്നത് പണിക്കത്ത് ട്രാവൽസിൻ്റെ ട്രാവലറായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അവർ തന്നെയാണ് നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ കണ്ണൂർ കിച്ചൺ എടുത്തു പറയേണ്ടത്, ഇവരുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ശരിക്കും സൂപ്പറായിരുന്നു. ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പറയുന്നതല്ല, നമ്മൾ ചെന്ന് നമുക്ക് അനുഭവിച്ച നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അവരുടെ ഫുഡ് സൂപ്പർ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫ്രഷ് ആവാനായിട്ടുള്ള എല്ലാ സെറ്റിങ്സും അവർ കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മൾ അവിടുന്ന് തന്നെ ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടുന്നാണ് യാത്ര തുടങ്ങിയത്. രാവിലെ യാത്ര തുടങ്ങിയ സമയത്ത് മഴ ശക്തമായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അതങ്ങ് ചെറിയൊരു ചാറ്റൽ മഴയിലോട്ട് മാറി. പക്ഷേ ശരിക്കും മൂന്നാറിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ ആ ചെറിയ ചാറ്റൽ മഴ, അത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ മൂന്നാറിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡ്രൈവർ എടുത്തു പറയേണ്ട രാജേഷ്, പണിക്കത്തെ ട്രാവൽസിൻ്റെ ഡ്രൈവറാണ്. നമ്മളെ സത്യത്തിൽ മഴ പെയ്ത് നമ്മൾ ഒന്ന് ബാക്കപ്പ് വലിഞ്ഞു, ഒന്ന് ഫ്ലോപ്പായല്ലോ, നമ്മുടെ ട്രിപ്പ് ഫ്ലോപ്പായല്ലോ എന്ന് പറഞ്ഞ് ബാക്കപ്പ് വലിഞ്ഞപ്പോൾ അതാണ് നമ്മളെ കൂടുതൽ ചേച്ചി, ഇതാണ് നമ്മളുടെ ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കറക്റ്റ് ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് എത്തിച്ച് നമുക്ക് എല്ലാ സപ്പോർട്ടും തന്ന് നമ്മളെ എല്ലാ വഴിയിലും കൊണ്ടുവന്ന് കാണിക്കാനായാലും എല്ലാം ചെയ്തു തന്നത്. പിന്നെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടതാണ് ഈ 100 രൂപയുടെ റെയിൻകോട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളത് എൻജോയ് ചെയ്തെന്നാണ് വേണം പറയാൻ. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കോഴിക്കുഞ്ഞുങ്ങൾക്ക് കളറടിച്ച കോഴിക്കുഞ്ഞുങ്ങളെ പോലെ എല്ലാവരും പല പല കളറുകളുള്ള റെയിൻകോട്ടൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളെ ഒരു വൈബെന്ന് വെച്ചാൽ എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ നിന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം നമ്മൾ സാധാരണ ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് യാത്ര തിരിക്കുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തിരിക്കും. പക്ഷേ പോയി തിരിച്ചു വരുന്നതിനകം വെച്ച് പലരുടെയും രീതികളും ആറ്റിറ്റ്യൂഡുകളും എല്ലാം മാറും. അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ പോയ ട്രിപ്പുകളിലെല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തവണയെന്ന് വെച്ചാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സായിട്ട് നിന്ന് അതിനെല്ലാം നമ്മൾ മഴ പെയ്തതിനെയും അതൊന്നും കാര്യമാക്കാതെ ഈ റെയിൻകോട്ടും ഒക്കെ ഇട്ട് നല്ല രസമായിട്ട് മൂന്നാറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ശരിക്കും ഒരു മഴ പെയ്ത് ഒന്ന് തോന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ആ ചെറു ചാറ്റൽ മഴയിൽ ആ മൂന്നാറിൻ്റെ കോടയൊക്കെ ഇറങ്ങിയിട്ട് കാണാൻ അതിഗംഭീരമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 തവണ ഞാൻ ഇതിനു മുമ്പ് മൂന്നാർ പോയിട്ടുണ്ടെങ്കിലും ഈ തവണത്തെ ട്രിപ്പ് സൂപ്പർ ട്രിപ്പായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. നമുക്ക് അതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ആ കണ്ണൂർ കിച്ചൺ തന്നെയാണ് നമുക്ക് അതിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തു തന്നിരുന്നത്. പിന്നെ രാത്രിയിലത്തെ സ്റ്റേ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. നല്ല സൂപ്പർ സ്റ്റേയും അതേപോലെ ഫുഡ് അതും നമുക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡെന്ന് പറഞ്ഞാൽ നമ്മൾ നിന്ന സ്ഥലത്ത് അവരുടെ ഫുഡ് കൊണ്ടുവന്ന് എത്തിച്ച് തരുമായിരുന്നു. നമ്മൾ നിന്നത് ഉച്ചയ്ക്കത്തെ ഫുഡ് നമുക്ക് എക്കോ പോയിൻറ്റിലാണ് അവർ കറക്റ്റ് ചെയ്ത് തന്നിരുന്നത്. അതേപോലെ തന്നെ രാത്രി നമുക്ക് വൈൽഡ് എന്ന് പറയുന്ന റിസോർട്ടായിരുന്നു നമുക്ക് കറക്റ്റ് ചെയ്ത് തന്നിരുന്നത്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു വീടാണ് നമുക്ക് കറക്റ്റ് ചെയ്ത് തന്നത്. അതിനപ്പുറത്ത് തന്നെ 2 വീട് വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പം തന്നെ ഓൾറെഡി അവിടെ 2 ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഫാമിലിയും കൂടെ, അതും കൂടെ ചേർന്ന് അങ്ങനെ 3 ഫാമിലി, അത്രയും പേർക്ക് അവിടെ അഫോർഡബിളായിട്ട് പറ്റൂ. നല്ല സെറ്റിങ്സ്, അതായത് നമുക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും അതേപോലെ തന്നെ അവർ ഫുഡ് നമുക്ക് കണ്ണൂർ കിച്ചണിൽ നിന്ന് തന്നെ രാത്രി ഫുഡ് നമുക്ക് അവിടെ കൊണ്ടുവന്ന് തരുമായിരുന്നു ചെയ്തിരുന്നത്. അതൊക്കെ നമുക്ക് നല്ല അറേഞ്ച്മെൻറ്റ്സ് ആയിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും എൻജോയബിളായിട്ട് തോന്നിയ ഇപ്പോൾ അവരുടെ റിസോർട്ടായാൽ പോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ അവരുടെ പ്രകൃതിയായിട്ട് ഇങ്ങനെ ഇണങ്ങി കിടക്കുന്ന ഒരു വീട് തന്നെയാണ് അത്. നമുക്ക് രാവിലെ ഉണരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഡോറ് തുറന്ന് നോക്കുമ്പം അതൊരു നല്ല അറ്റ്മോസ്ഫിയർ
അറ്റ്മോസ്ഫിയറാണ് തരുന്നത്. അത് കണക്ക് നല്ല തണുത്ത അന്തരീക്ഷവും ഒക്കെ എന്നുവെച്ചാൽ ഒരു ഒതുങ്ങിയ ഒരു സ്ഥലം അതേപോലത്തത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് സ്വിമ്മിംഗ് പൂള് കുട്ടികൾക്കൊക്കെ ആയാലും ഞങ്ങളെല്ലാവരും അതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതിനുള്ള എല്ലാം അതൊരു ഭയങ്കര റിസോർട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ നല്ല നമുക്ക് കുറച്ച് ആളുകൾക്ക് ഫാമിലിയായിട്ട് പോയിട്ട് സ്പെൻഡ് ചെയ്യാനും പിന്നെ പ്രകൃതിയായിട്ട് ഇണങ്ങി ഒന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു റിസോർട്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 ഫാമിലിക്ക് അവിടെ കറക്റ്റ് ചെയ്ത് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ട്രിപ്പിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ടത് അവരുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, പിന്നെ വണ്ടി നമുക്ക് എടുത്തു പറയേണ്ട ട്രാവലർ, അതേപോലെ രാജേഷ് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും തന്ന് നമ്മളെ ഇതെല്ലാം കൊണ്ടുവന്ന് കാണിച്ച് നമ്മളെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. പിന്നെ ഈ വർഷത്തെ ട്രിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ചാറ്റൽ മഴയോട് കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് സൂപ്പറായിരുന്നു. മൂന്നാറിൻ്റെ കറക്റ്റ് വൈബ് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഈ വർഷത്തെ ട്രിപ്പാണ് എനിക്ക് ഏറ്റവും ഇതുവരെ പോയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ട്രിപ്പായിട്ട് ഫീൽ ചെയ്തത്. ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ വലിയ വലിയ രീതിയിലൊന്നും ജീവിക്കുന്ന ആൾക്കാരല്ല. ഹസ്ബൻഡിന് ടൈൽസിൻ്റെ പണിയും ചേട്ടന് മേശിരിപ്പണി, അങ്ങനെ സാധാരണപ്പെട്ട ആൾക്കാരാണ് നമ്മൾ. എല്ലാവരോടും ചേർന്ന് സമ്പാദ്യത്തിൽ നിന്ന് കുറച്ച് പൈസ മിച്ചം വെച്ചിട്ടാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതൊക്കെ. നമ്മൾ എല്ലാ കൊല്ലവും ഇങ്ങനെ ഇതേപോലെ ഒരു ട്രിപ്പ് പോകാൻ ഒരു പ്ലാനിങ് ഉണ്ടായതുകൊണ്ട് നമ്മൾ സമ്പാദ്യത്തിൽ നിന്ന് കുറേശ്ശെ മിച്ചം വെച്ചിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് കുറച്ച് പൈസ നമ്മൾ മിച്ചം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ജോലിയുടെ ടെൻഷനും